ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വൈജയന്തി വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനായിട്ട് സംസാരിച്ചു. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും വിട്ടുകൊടുത്തില്ല. അപ്പോൾ ബാലചന്ദ്രൻ തന്നെ ജയിച്ച് മുന്നേറി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വൈജയന്തിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ വൈജയന്തി ശിവയോട്ടും രാജീവിനോടൊക്കെ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ബാലചന്ദ്രനെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ അയാളുടെ അടവാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയായാലും ശരി തന്നെ, അവളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല, അതിനൊരു തീരുമാനമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് രാജീവും ശിവേട്ടനും പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, അലീനെ ഒന്ന് വിളിക്കുക, നമുക്കൊന്ന് കണ്ടിരിക്കാമല്ലോ എന്ന് മറ്റു രാവണിമാമയുടെ മക്കളൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണജ മോളോട് പറയുകയാണ്, നീ ചെന്ന് വിളിച്ചിട്ട് വരാനായിട്ട്. അപ്പോൾ കൃഷ്ണജ മുകളിലോട്ട് കയറി പോവുകയാണ് അലീനെ വിളിക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറയുന്നു, അച്ഛൻ വിടത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചേച്ചി എന്തിനാണ് കാണുന്നതെന്ന് ചോദിക്കും. അത് ബാലന് ഒട്ടും പറ്റത്തില്ലല്ലോ, കാക്ക കുഞ്ഞ് എന്നെ സൂക്ഷിച്ചിരിക്കുമ്പോൾ അങ്ങ് ചിറകിൻ്റെ ഇടയിൽ വെച്ച് പുതച്ച് വെച്ചേക്കാണല്ലോ എന്നൊക്കെ പറയുകയാണ്. അമ്മ ഇത്തിക്കൂടി മാന്യമായിട്ട് സംസാരിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണജ അകത്തോട്ട് കയറി പോവുകയാണ്. വൈജയ്, നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിനൊരു തീരുമാനമായിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് ഗൾഫിലോട്ട് പോകുന്നുള്ളൂ എന്ന് ശിവേട്ടൻ രാജീവും പറയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും ഇറങ്ങുകയാണ്. അപ്പോൾ എന്നിട്ടും വൈജയന്തിക്ക് മനസ്സിന് വളരെയധികം വിഷമം തന്നെയാണ്. ഇനി ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വൈജയന്തിക്ക് ഒരു എത്തും പിടിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ എന്നിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് പല പല ചർച്ചകളൊക്കെ നടത്തുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ മേധാവിയെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ബന്ധു കൂടിയാണ്. അപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ശിവേട്ടൻ. എന്നിട്ട് പറയുകയാണ്, നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റത്തില്ല, അപ്പോൾ എന്തായാലും ഒരു കൂടിക്കാഴ്ച നടത്തണമെന്ന് പറയുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ബാലചന്ദ്രൻ അലീനെ ഇത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യണം? അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ള നിലപാട് തന്നെയാണ് രാജീവ് മേനോനും ശിവേട്ടനും നിൽക്കുന്നത്. ആ ബന്ധം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിഞ്ഞ് അയാളുടെ മകളോ മറ്റോ ആണോ എന്നുള്ള രീതിയിൽ തന്നെ അവർ സംശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞ ആൾ പറയുകയാണ്, എന്തായാലും നമുക്ക് ബാലചന്ദ്രനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി വിളിക്കണം, വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് അയാൾ ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ശിവേട്ടൻ ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് പറയുകയാണ്, അപ്പോൾ നമുക്കൊരു കൂടിക്കാഴ്ച കൊണ്ട് നടത്തണം ബാലചന്ദ്രൻ, അപ്പോൾ ഇന്നൊരു കൂടിക്കാഴ്ച നടത്തി നമ്മൾ പരാജയപ്പെട്ടല്ലോ, അപ്പോൾ അങ്ങനെയാണല്ലോ നിങ്ങൾ ഭാവിക്കുന്നത്, അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഭാര്യയും മക്കളും ഒരു വശത്ത് നിൽക്കുകയാണ്, അത് നമ്മുടെ അനിയത്തിയാണ്, അപ്പോൾ അവൾ സങ്കടപ്പെട്ട് നിൽക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു കൂടിക്കാഴ്ച കൊണ്ട് നിങ്ങൾ അനുവദിക്കണം എന്നൊക്കെ പറയുകയാണ്. എങ്കിൽ ശരി, ഞാൻ പറയുന്ന സ്ഥലത്ത് മാത്രമേ വരാൻ പാടുള്ളൂ എന്നും പിന്നെ ആ രാജീവ് മേനോനെ എനിക്ക് കാണാൻ പാടില്ല, അയാൾ ആ കൂടിക്കാഴ്ച വരാൻ പാടില്ലെന്ന് പറയുകയാണ്. അത് ബാലചന്ദ്രൻ പറയാതെ തന്നെ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നും പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അലീനയോട് പറയുകയാണ്. അവർക്ക് ഇപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും പുറഞ്ഞ് ഒന്നേനൊരു കൂടിക്കാഴ്ച നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും, അതിനുള്ള ആയുധങ്ങളും ചെത്തി മിനുക്കിക്കൊണ്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുകയാണ്. വച്ച ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവർ മൂന്നാല് പേര് കാണത്തില്ലേന്ന് ചോദിക്കുകയാണ്. ആരൊക്കെ ഉണ്ടായാലും സത്യം നമ്മുടെ ഭാഗത്തല്ലേ മോളെ, അതുകൊണ്ട് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യുമെന്നും പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അലീന രേവതിക്കുട്ടി വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ തന്നെ അച്ഛൻ ദത്തെടുത്തെന്നും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അച്ഛനാണ് വിളിക്കുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ രാജീവ് മേനോൻ വന്ന് ആദ്യം പുറത്താക്കാൻ നോക്കിയതും അപ്പോൾ ഇന്ന് ശിവേട്ടനും രാജീവ് മേനോനും എല്ലാവരും കൂടെ വന്ന് പ്രശ്നങ്ങളായത് അച്ഛൻ ജയിച്ച് മുന്നേറി വന്നതെല്ലാം പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതി അന്തം പിടിക്കുന്നു. ചേച്ചി ഇത്രയും പ്രശ്നങ്ങളുടെയൊക്കെ നടുക്കാണോ നിൽക്കുന്നത്? എന്തൊക്കെയാണ് എൻ്റെ ചേച്ചി അനുഭവിക്കേണ്ടി വരുന്നത്? ചേച്ചിക്ക് അവിടെ നിന്ന് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെ പോയിട്ട് വരാൻ പറ്റില്ല മോളെ, അപ്പോൾ ഞാൻ ഇട്ടിട്ട് വന്ന ഈ കുടുംബം താറുമാറാകും, ബാലചന്ദ്രൻ്റെ ജീവിതം പോകും, അപ്പോൾ എല്ലാം സഹിച്ചാണ് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ വഞ്ചനയല്ലേ എൻ്റെ അമ്മ ചെയ്തത്, അപ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കുകയാണ്, അപ്പോൾ ഞാനും കൂടി ഇട്ടെറിഞ്ഞിട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശരി ചേച്ചി, എങ്കിൽ ചേച്ചിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് കോള കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ മാമച്ചൻ ഞങ്ങളോടും ഗ്രേസി ആൻറ്റിയോടും വന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ അന്തം പിടിക്കണം, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്, ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ ശരിക്കും അറിഞ്ഞല്ലേ വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ളത്? ആ സത്യം എങ്ങനെ അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കണം. അത് ഞാൻ രേവതി ചേച്ചിയും കൂടെ ഫോണിൽ സംസാരിച്ചത് കോൾ റെക്കോർഡിങ് ഇട്ടിരുന്നു. ബാലചന്ദ്രൻ സാർ എന്തോ സംശയം തോന്നി, അപ്പോൾ അത് മുത്തശ്ശിയുടെ ഫോണിലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് അതെടുത്ത് സാറിൻ്റെ വാട്സപ്പിലോട്ട് അയക്കും. എന്നിട്ട് അതെല്ലാം കേട്ടിട്ടാണ് സാർ മനസ്സിലാക്കിയത് അപ്പോൾ വൈജയന്തിൻ്റെ മകളാണ് അലീന ചേച്ചി എന്ന്. മാത്രമല്ല നീലഗിരിയിൽ പോയി വൈജയന്തി മാഡത്തിൻ്റെ മൂത്ത സഹോദരി
സഹോദരനുണ്ട് അവിടെ, ഗംഗാധരൻ എന്ന് പറയും. അദ്ദേഹത്തിനോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയാണ് ഉണ്ടായെന്ന് പറയണം. അതിനുശേഷമാണ് സാറിന് അറ്റാക്ക് വരുന്നത്, ഹോസ്പിറ്റലിലാവുന്നതൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവ അതിശയിക്കുകയാണ്, ഈശ്വര ഇത്രയും സംഭവങ്ങൾ ഉണ്ടായല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അലീനയുടെ ഭാഗത്ത് തന്നെയാണ് ശരി. അപ്പോൾ അവൾ അവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവൾ ഇന്ന് കാണിച്ച നീതിപൂർണ്ണമായ ഒരു തീരുമാനമാണെന്ന് മാമച്ചൻ അങ്കിളും ഗ്രേസി ആൻറ്റിയും പറയുകയാണ്. എല്ലാം കഴിഞ്ഞ ശേഷം രേവതിക്കുട്ടി ആൻറ്റിയോട് കരഞ്ഞൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ആൻറ്റി, ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ഒറ്റ പ്രാവശ്യത്തേക്ക് മതിയെന്ന് പറയുകയാണ്. എന്താണ് മോളെയും ചോദിക്കുകയാണ്. ഞാൻ എന്തോ അതിനെ, അതായത് മാമച്ചൻ അങ്കിളിനെ ഞാൻ ഒരു പ്രാവശ്യം അച്ഛാ എന്ന് വിളിച്ചോട്ട് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്, പ്ലീസ് എന്ന് കരഞ്ഞ് പറയുകയാണ്. അപ്പോൾ ഗ്രേസി ആൻറ്റി രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിക്കുകയാണ്. മോളെ, നീ ഒരു പ്രാവശ്യമല്ല ഒരുപാട് പ്രാവശ്യം വിളിച്ചു, നിൻ്റെ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ്, അച്ഛൻ തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി പൊട്ടി കരയുകയാണ് ഗ്രേസി ആൻറ്റിയുടെ നെഞ്ചിൽ കിടന്ന്. അപ്പോൾ മോൾ സമാധാനപ്പെടുക, അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് നമ്മളെന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ് ഗ്രേസി ആൻറ്റി. രേവതിക്കുട്ടിയുടെ ഈ സങ്കടം കണ്ടിട്ട് മാമച്ചൻ അങ്കിളിന് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാമച്ചൻ അങ്കിളും രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആവുകയാണ്. അപ്പോൾ ശിവേട്ടൻ ബാലേന്ദ്രൻ വിളിക്കുകയാണ്. അപ്പോൾ എവിടെയാണ്, സുനന്ദയുടെ വീട്ടിലാണോ ചർച്ച ചെയ്യാൻ വരുന്നതെന്ന് ചോദിക്കുകയാണ്. അവിടെ വന്നാൽ മതി, ഞാൻ അവിടെ അരമണിക്കൂറിനകം എത്താമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ തിരിക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവർ 4-5 പേരില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിക്കും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എന്നത്തോടെ ഈ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ പോവുകയാണ്. അപ്പോൾ ആ സമയം ശിവേട്ടനും രാവണിയും അവരുടെ മോനും ആ രാഷ്ട്രീയ പ്രവർത്തനം കൂടി വണ്ടിയിൽ കയറി അവരും തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രൻ ഇടയ്ക്ക് വെച്ച് വിളിക്കുകയാണ്, നിങ്ങൾക്ക് വഴി കറക്റ്റ് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, കൃത്യമായിട്ട് എത്തിക്കോളാം എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് സുനന്ദ ചേച്ചി വെള്ളമായിട്ടൊക്കെ വരികയാണ്. അപ്പോൾ ചേച്ചി ഇന്ന് ജോലിക്ക് പോയില്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല ബാലചന്ദ്രൻ, നിങ്ങളൊക്കെ വരികയില്ലേ, അപ്പോൾ എന്താണ് നിനക്ക് കുടുംബ പ്രശ്നം എന്നൊക്കെ പറഞ്ഞല്ലോ, ഗോവർദ്ധൻ പറഞ്ഞായിരിക്കുമല്ലേ. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല ചേച്ചി, ചില അടിയന്തര പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം എന്നത്തോടു കൂടി ഞാൻ പറയുകയാണ്. പിന്നെ ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്, അദ്ദേഹം ASI ആണ്. അപ്പോൾ ഇപ്പോൾ വരുമെന്ന് ചോദിക്കണം. 12:30 ആകുമ്പോൾ വരും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്, വെള്ളയടിയൊക്കെ ഉണ്ടോ? അതേ ഉള്ളൂ, പിന്നെ വലിയ ഉപദ്രവവും ശല്യങ്ങളും ഇല്ല, അതുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്നു എന്ന് പറയണം. പ്രമോഷൻ വല്ലതും ആയോ എന്ന് ചോദിക്കുന്നു. പ്രമോഷൻ ഒന്നും ആയിട്ടില്ല, ഇപ്പോൾ CA ആയിട്ട് ഇരിക്കേണ്ട ആളാണ്, 2 സസ്പെൻഷൻ വന്നുകൊണ്ട് ASI ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇനി ചിലപ്പോൾ ഈ വർഷം അവസാനം SIയിലോട്ട് പോകുമെന്നൊക്കെ തോന്നുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ബാലചന്ദ്രനെ അവർ ഉപദേശിക്കുകയാണ്. അപ്പോൾ ബാല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കണം, അപ്പോൾ ഭാര്യയും മക്കളുമാണ് പ്രധാനം, അത് വിട്ട് നീ കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. എല്ലാം എനിക്കറിയാം ചേച്ചി എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. ആ സമയത്ത് ശിവേട്ടനും കൂട്ടരെത്തുകയാണ്. അവരപ്പോൾ അകത്തോട്ട് വരികയും ചർച്ചകൾ തുടങ്ങുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുകയാണ്, അപ്പോൾ ബാലചന്ദ്രൻ, ഇന്നലെ നമ്മൾ പറഞ്ഞ അലീനയുടെ കാര്യമാണല്ലോ, നീ ഇത്രയും അലീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, അവൾ നിനക്ക് ആരാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവൾ ആരുമല്ല, പക്ഷേ അവൾ ആ കുട്ടി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇന്നേ ഒരു മോശമായ പ്രവൃത്തി ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മകൻ ഹരിശങ്കർ അവളെ ഒരുപാട് വളയ്ക്കാൻ നോക്കിയാണ്, പക്ഷേ നടന്നില്ല. അവസാനം എൻ്റെ വീട്ടിൽ വന്ന് രോഹിത്തിനെ കൂട്ടുപിടിച്ച് അവൾക്ക് ജ്യൂസ് മയക്കുമരുന്നും കൊടുത്ത ശേഷം അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അതിലൊന്നും അവൾ വീണില്ല. അവൾ സ്വയം കത്രിക കൊണ്ട് കുത്തി ആ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മോനും എൻ്റെ മോനും ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അവളുടെ ഒറ്റ മൊഴി മതിയായിരുന്നെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രാവണിമാമയുടെ മകനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തനം അന്തം വിടുകയാണ്. ഈശ്വര, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായെന്നുള്ളത്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് 10-23 വർഷം മുമ്പ് എനിക്കൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടെന്ന് പറയുകയാണ്. അത് പറഞ്ഞിട്ടാണ് ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ ബന്ധു, നീ എന്തൊക്കെയാണ് ബാല പറഞ്ഞത്? അതെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അനിയത്തി വൈജയന്തി 22 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിലല്ലായിരുന്നോ, മറ്റേ ഗംഗാരേട്ടൻ്റെ കൂടെ? അവിടെ എന്തോ ഒരാവശ്യമായിട്ട് വന്നില്ല, അവൾ അവിടെയല്ലേ കുറേ കാലം വർക്ക് ചെയ്തിരുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ശിവേട്ടൻ കിടന്ന് ഉരുളുകയാണ്. ഈശ്വര, ഈ സത്യങ്ങളൊക്കെ ഇവ മനസ്സിലാക്കിയോ എന്നുള്ള രീതിയിൽ അന്തം വിടുകയാണ്. അപ്പോൾ ബാല, നീ വെറുതെ ആ കാര്യങ്ങളൊക്കെ എടുത്തിടണ എന്തിനാണ്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നമുക്ക് ആദ്യം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറയാം. അവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ ശിവേട്ടൻ ചാടി എണീക്കുകയാണ്. നീ എന്തൊക്കെയാണ് ബാല പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്, അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ സത്യമാണെന്നും ബാലചന്ദ്രൻ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്